ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസാദ് സാറ്, ബൈജു അച്ഛൻ, ജെയിംസ് അച്ഛൻ, മറ്റ് കുടുംബാംഗങ്ങളെ, ചർച്ചക്കാരെ, സ്വാഗതം പറയുക എന്നൊരു കടമയാണ് എനിക്കുള്ളത്. ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ നാഥൻ എന്ന് വെച്ച് വളരെ 3 വർഷമായുള്ളൂ മണ്ഡപത്തിക്കുന്നേൽ കുടുംബം ഇത്രയും കേരളം ഒട്ടാകെ വ്യാപിച്ചു കിടപ്പുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ട്. വളരെ നമ്മളുടെ കുടുംബങ്ങളിൽ വളരെ കുടുംബം പെരുകുന്ന ഒരു കുടുംബമല്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട്. പക്ഷേ ഇപ്പോഴാണ് 2-3 വർഷമായിട്ടാണ് നമുക്ക് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ മണ്ഡപത്തിക്കുന്നേൽ കുടുംബം സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ട് എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. കാര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വളരെ ചിന്തിച്ചായിരുന്നു, ഞാനും ചേട്ടനും ഒക്കെ ചിന്തിച്ചായിരുന്നു, ഒരു കുടുംബയോഗം നമ്മുടെ ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ. പക്ഷേ അത് ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും പ്രസാദ് സാറും നമ്മുടെ ജെയിംസ് അച്ഛനും ഇതിന് മുൻകൈ എടുത്ത് നമുക്കൊരു കുടുംബയോഗം സംഘടിപ്പിക്കുകയും ജെയിംസ് അച്ഛൻ്റെ പിതാവിൻ്റെ സപ്തതി വിവാഹ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കുടുംബയോഗം ആരംഭിക്കുകയും പിന്നീട് അത് ഭരണങ്ങാനത്ത്, നമ്മുടെ തറവാടായ ഭരണങ്ങാനത്ത് വെച്ച് യോഗം കൂടുകയും മൂന്നാമത് നമ്മൾ ഇവിടെ കൂടാൻ അവസരം കിട്ടിയതിലും ദൈവത്തിന് നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ യോഗത്തിൻ്റെ പ്രസിഡന്റും കുടുംബത്തിൻ്റെ പ്രസിഡന്റുമായ പ്രസാദ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ കുടുംബയോഗം സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി എന്നും തന്നെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ജെയിംസ് അച്ഛനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ നമ്മൾ നെറ്റിൽ കൂടി കണ്ടു കാണും, കുടുംബഗീതമൊക്കെ പാടി ആലപിച്ച് നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന നമ്മുടെ ബൈജു അച്ഛനെയും ഞാൻ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ ട്രഷററുണ്ട്, വൈസ് പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഒന്നിച്ചുകൂടാനും ഒത്തൊരുമിച്ച് ഒരു നല്ല അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനുമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് വിദേശത്തു നിന്നും പലരും തന്നെ ഈ യോഗത്തിന് വേണ്ടി പ്രത്യേകം വന്നവരുണ്ട്, അവരെയും എല്ലാവരെയും ഞാൻ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ദീപം തെളിക്കലാണ്. ദീപം തെളിഞ്ഞ് പ്രകാശിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഉള്ളിൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നിയായിട്ട് മാറട്ടെ എന്ന വിചാരത്തോടെ ഈ വിളക്ക് തെളിക്കുവാൻ വേണ്ടി ഈ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന തലമുറയിലുള്ള തോമച്ചൻ പാപ്പനെയും തോമച്ചൻ്റെ സഹോദരിക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ തെളിച്ച് സ്വീകരിക്കപ്പെടുന്ന മറ്റാരെങ്കിലും കത്തിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം കുടുംബയോഗം വളരെ വിജയകരമായി നടത്തുന്നതിന് നേതൃത്വം വഹിച്ച പാപ്പച്ചേട്ടനും ഇവർ 3 പേരും ചേർന്നാണ് ദീപം തെളിക്കുക. ആദ്യമായിട്ട് അമ്മച്ചിയുടെ കയ്യിൽ നമ്മൾ ദീപം സ്വീകരിക്കുന്നു.
കുത്തിയെടുത്ത് ആ ഫാനൊന്ന് കുത്തി ആ ഫാൻ കുത്തി കത്തി എന്നിട്ട് മതി എനിക്ക് ചേർത്തേക്കാം മുകളിലേക്ക് തരാം ചേട്ടാ പറയല്ലേ കഴിഞ്ഞ വർഷം നമ്മോട് കൂടി ഉണ്ടായിരുന്ന 2 പേര് ഇന്ന് ഈ കുടുംബത്തോടൊപ്പമില്ല. കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളിൽ ഒരാളായിരുന്ന ഇടത്തിക്കുന്നൽ ഫ്രാൻസിസിൻ്റെ ഭാര്യ എൻ്റെയൊക്കെ അമ്മച്ചി സെപ്റ്റംബർ 3-ാം തീയതി മരിച്ചു. ഇടത്തിക്കുന്നൽ കുന്നോന്നിയിലുള്ള നമ്മുടെ കൂടെയുള്ള ജോയിയുടെ അച്ഛൻ കുഞ്ഞോട്ടി ചേട്ടൻ, അതും കഴിഞ്ഞ വർഷമാണ് നിര്യാതനായത്. അവരെ 2 പേരെയും അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് മൗനമായിട്ട് പ്രാർത്ഥിക്കാം.